Hi, hello, good evening. This is Vikas Karthik. This is Radhika Menon here. This is Asna here. ഇന്ന് നമ്മോടൊപ്പം നമുക്ക് ഏറെ പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം തൃശ്ശൂർ കരിമിടുക്കി സ്നേഹ ഉണ്ണികൃഷ്ണൻ. Thank you. വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. Thank you so much and welcome back to UBL എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു എന്റെ 4ാമത്തെ എന്തോ ഇന്റർവ്യൂ ആണ് UBL. UBL ഇപ്പൊ ഒരു ഫാമിലി ആയി മാറിക്കഴിഞ്ഞു. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും UBL ഈ മഴ പോലെ ഓരോ സീസണിൽ ഞാൻ വരും. സ്നേഹയെ കുറിച്ച് എനിക്ക് തോന്നുന്നു രാധികയും അസ്നയും ആണ് എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആണല്ലേ? അതെ, കാരണം രാധികേനെ സ്നേഹ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഞാൻ റേഡിയോയിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളുടെ ഷോയില് ഞങ്ങളുടെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നമ്മുടെ ഒരു ഷോന്റെ വോയിസ് ഓഫ് യുയുടെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് കണ്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നിട്ടായിരുന്നു. ഭയങ്കര സംഗതികളൊക്കെ പാടുന്ന ഒരു സിംഗറാണ്. തീർച്ചയായും. അതുപോലെ തന്നെ രണ്ടുപേരും ആണ് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ചേച്ചിയുടെ ഫാൻ ആയിരുന്നു. ഞാൻ ഈ അടുത്താണ് ഫാൻ ആയത്. കാണുമ്പോഴും അന്ന് ഞാൻ വിചാരിച്ചു കാണുമ്പോ ചിലപ്പോ മനസ്സിലാവില്ല, മീൻസ് പക്ഷെ കൃത്യമായിട്ട് ഓർത്തിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് പാട്ട്, എങ്ങനെ പോകുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് ഒത്തിരിയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള. അയ്യോ അതല്ല, ചിലരെ നമ്മൾ ഓർക്കും, എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഉണ്ടാവും ആരെങ്കിലൊക്കെ ഓർക്കാൻ. അങ്ങനെ ഉറപ്പായിട്ട് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോഴായാലും സംസാരിച്ചത് നമ്മുടെ സ്വന്തം തൃശ്ശൂരുള്ള പോലെയാണ് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു വെൽക്കം സോങ് ആവാം. ഞാൻ വെയിറ്റ് ചെയ്യാണ്. 2 സിംഗേഴ്സും കൂടെ ഒരു ഫേസ് ഓഫ് നടക്കാൻ. രാക്കിളിപ്പാട്ട് അല്ലെ? ചിത്രേച്ചിയും സുജാത ചേച്ചിയും കൂടി പാടിയ പാട്ട്. ഓക്കെ, പ്രിയദർശന്റെ സിനിമ. മേലെ മേലെ മഴ മേഘപാളിയൊരു മിന്നലോടെയുണരും ദേവദാരു വനദേവതയ്ക്കു മണിമോതിരങ്ങൾ പണിയും. മേലെ മേലെ മഴ മേഘപാളിയൊരു മിന്നലോടെ ഉണരും ദേവദാരു വനദേവതയ്ക്കു മണിമോതിരങ്ങൾ പണിയും. തണ്ടുലഞ്ഞ കൈത്താരിൽ ചന്ദ്രകാന്ത വളയേകും മഞ്ജുരാഗമിഴീണയിൽ അഞ്ജനങ്ങൾ എഴുതിക്കും പുലരിയിൽ മഞ്ഞുമഴമൊത്തമഴയണിയിക്കും മെല്ലെ 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 കുടഞ്ഞു കുങ്കുമം കുതിർത്തു ചന്ദനം ധും 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 ധൂളേതും രാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം കിനാവിനുത്സവം. രസമുണ്ടല്ലേ എന്നെ കേട്ടിരിക്കാൻ. നമുക്കിപ്പോ ഇവരെ കൊണ്ട് കൊറേ പാട്ട് പാടിപ്പിക്കാം അല്ലേ? ബീജിയും ഇല്ലാണ്ട് പാടുമ്പോൾ നല്ല രസമായിരുന്നു. സ്നേഹ, ഈ മിടുക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിനിമയാണ് കുഞ്ഞിരാമായണം? അല്ല, എന്റെ സെക്കൻഡ് സിനിമയാണ് കുഞ്ഞിരാമായണം മിടുക്കി കഴിഞ്ഞിട്ട്. ആക്ച്വലി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു. അതെ അതെ അതെ, അത് ഹേമന്തും ശ്രീനിവാസൻ സാറും അജു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1 year കഴിഞ്ഞിട്ടാണ് കുഞ്ഞിരാമായണം. കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ അതെ, ഇറങ്ങുമ്പോ ഒരു ബേസിലായിരുന്നു. ആദ്യത്തെ സിനിമയായിരുന്നു. ലോഹം എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമയോട് മത്സരിച്ചാണ് അന്നത്തെ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആയത് ആ സിനിമ. അന്ന് മമ്മൂക്കയുടെ ഒരു പടം ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്ട് ചെയ്ത സിനിമ അല്ലെ? എനിക്ക് തോന്നുന്നു പത്തേമാരി ആണോന്ന് എനിക്കൊരു സംശയം, എനിക്ക് ഓർമ്മയില്ല. ഉട്ടോപ്പിയിലെ രാജാവാണോ? ഉട്ടോപ്പിയിലെ രാജാവാണോ? മമ്മൂക്കയുടെ ഒരു പടം, പിന്നെ അതുപോലെ നമ്മുടെ ഡബിൾ ബാരലൊക്കെ ഇറങ്ങിയൊരു സമയമായിരുന്നു. പക്ഷെ അന്ന് കുഞ്ഞിരാമായണമായിരുന്നു. അതെ അതെ അതെ, ഇത്ര വലിയ ഹിറ്റ്, ഇത്ര വലിയ തുടക്കം. എന്നിട്ട് എന്തുകൊണ്ട് ഒരു ഫിലിം ഒരു മെയിൻ ആയിട്ട് സ്വീകരിച്ചില്ല? നേരെ RJ VJ സീനിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? അന്ന് എനിക്ക് ആക്ച്വലി അങ്ങനെ സിനിമ പാഷനായിരുന്നു. പക്ഷെ അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്ന വെച്ചാൽ എനിക്കൊരു സ്റ്റേബിൾ ഒരു കരിയർ വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ ഉണ്ടായിരുന്നു. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്റ്റേബിൾ കരിയർ അല്ല, ഭയങ്കര അൺസർട്ടണിറ്റിയാ. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഷോർട്ട് ടേം ആവാം, ചിലപ്പോൾ ലോങ് ടേം ആവാം.
അപ്പൊ ഞാനൊരു 2 years ആയിരുന്നു എൻ്റെ മെഡിക്ക് കഴിഞ്ഞൊരു 2 years ആണ് ഞാൻ നാട്ടിൽ നിന്നേ. അതിൽ 1 year കോളേജ് കംപ്ലീറ്റ് ചെയ്യാനും അടുത്ത 1 year എന്റെ റിസൾട്ട് വരാനുള്ള സമയമായിരുന്നു. ഞാൻ BCom പഠിച്ചത്, ആര്യഭട്ടയിലാണ് പഠിച്ചത്, മമ്മിയൂര്. അതെ അതെ. അപ്പോ അത് ആ ഒരു സമയം ഞാൻ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഭയങ്കര എന്താ പറയാ കുറെ സിനിമകൾ വരിക അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല എന്നുള്ളത്. പിന്നെ അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിന് പുറത്ത് ജീവിക്കണം എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ കോളേജ് വരെ വീട്ടിൽ നിന്നൊരാളാണ്, ഞാൻ വേറെ എവിടെയും പോയി നിന്നിട്ടില്ല. അപ്പൊ എനിക്ക് കേരളത്തിന് പുറത്ത് ജീവിക്കാൻ ആദ്യം ഇഷ്ടമായിരുന്നു. അപ്പം ദുബായ് ആകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് കുറേയും കൂടെ ആൾക്കാർ എല്ലാ മലയാളികളെയും പോലെ ഉള്ള ഒരു സ്ഥലമാണ്. അതെ. അപ്പോ പിന്നെ ഇവിടെ മീഡിയക്ക് കുറച്ചും കൂടെ ഒരു സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ് ഇൻ ടേംസ് ഓഫ് ലൈക്ക് എന്താ പറയാ റെമ്യൂണറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ കുറേയും കൂടെ ഉള്ള ഒരു സ്ഥലം അറിഞ്ഞപ്പോ അതെ അതെ ഉറപ്പായിട്ട് എനിക്ക് ആദ്യം അതായിരുന്നു ആഗ്രഹം. ലൈക്ക് കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി വേണം, ഇങ്ങനെ കുറെ പരീക്ഷിച്ച് കുറെ സമയം കളയാണ്ട്. അങ്ങനെ കളയണവരോട് ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ല, കാരണം അങ്ങനെ കളഞ്ഞവർക്കായിരിക്കും പിന്നീട് നല്ല വർഷങ്ങൾ ഉണ്ടായത്. കുറച്ചും കൂടി കൂടുതൽ നാട്ടിൽ തന്നെയല്ലേ, പക്ഷെ റെമ്യൂണറേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഒരു മീഡിയയും ഇവിടത്തെയും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്, അതുപോലെ പേയും ഭയങ്കര കൂടുതലാണ്. നാട്ടിൽ എനിക്ക് തോന്നുന്നു പേ ഇല്ലാതെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അത് അവിടെ ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോ മാറിയിട്ടുണ്ടാവാം. അന്ന് ചിലരുടെ അടുത്തൊക്കെ നമ്മൾ പേയ്മെന്റ് ചോദിച്ച അല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുണ്ട്. പക്ഷെ കുട്ടികൾ കുറച്ചും കൂടെ സ്മാർട്ടായി എന്ന് തോന്നുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് പേയ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് കണ്ടിരുന്ന സമയം പോലും ഉണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്, പലർക്കും അത് വർക്ക് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു തുടക്കക്കാരനാണെങ്കിലും ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും പേ സ്കെയിലിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ദർ വിൽ ബി എ പേയ്മെന്റ്. അപ്പം പിന്നെ കുറച്ചും കൂടെ ഇവിടെ എന്താ പറയുക ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ നമ്മളൊരു വർക്കിന് പോകുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ആ ഫാമിലി അലോങ് ഓർ എനിത്തിങ്. ഇവിടെ നമ്മൾ സേഫ് ആണ്, ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. വർക്ക് എല്ലാം നമ്മൾ പോകുന്നു, കൃത്യമായി ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതാ. ഇവിടെ നാട്ടിൽ കുറച്ചും കൂടെ ക്ലട്ടേർഡ് ആണ് മൊത്തത്തില് മീഡിയ ഇൻഡസ്ട്രി. എല്ലാ ഏരിയാസും അല്ല, ചില ഏരിയാസ്. അപ്പൊ എനിക്ക് മൊത്തത്തില് ഇവിടെ എനിക്ക് ഇപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാം ആളുകളുടെ അടുത്ത്. അതെ അതെ അതെ, ഞാൻ വന്നതിന്റെ പിറ്റത്തെ മന്ത് ഞാൻ ക്ലബ് FM ജോയിൻ ചെയ്തു. അതെ അതെ അതെ. കാരണം സ്നേഹയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഓർമ്മ എന്താണെന്ന് അറിയോ? കാരണം ഞാൻ കോളേജ് ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴവിൽ മനോരമയിൽ മിടുക്കി കാണുന്നത്. ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ല സത്യം പറയാലോ, പക്ഷെ എന്നാൽ പോലും ഫൈനലി ഞാനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടി ശ്രദ്ധിച്ചൊരു കാര്യം ഗുരുവായൂർ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കുണ്ടായ ഒരു അഭിമാനം, കാരണം ഞാനും ഗുരുവായൂർക്കാരിയാണ്. സോ ഞാൻ ആദ്യമായിട്ട് സ്നേഹയെ കണ്ടപ്പോഴും ക്ലബ് FM വെച്ച് ചോദിച്ച ഒരേ ഒരു കാര്യം ഗുരുവായൂർക്കാരിയാണ് എന്നുള്ളത് ആ ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് പക്ഷെ മനസ്സിലായില്ല സത്യം പറയാം, കാരണം അന്ന് കണ്ട സ്നേഹ വേറൊരാളായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഡൗട്ട്, ഇത് ആ സ്നേഹ തന്നെയാണോ ഞാൻ ചോദിക്കുകയും ചെയ്തു. എനിക്ക് അതായത് അല്ല ഫുൾ ആ ഒരു ലുക്ക് എല്ലാം മാറി. എന്താണ് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ബിഹൈൻഡ് ദ സീക്രട്ട് എന്താണ്? ഇത് എനിക്ക് കുറെ പേരോട് പറയാനുള്ള ഒരു ഉത്തരമാണ്. ആദ്യത്തെ ഗൈസ്, ഇറ്റ്സ് ബീൻ 12 years. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? 12 years അന്നത്തെ എനിക്ക് അറിയില്ല. ഞാൻ കുഞ്ഞിരാമായണം അന്നൊരു നാടൻ പെൺകുട്ടി മീൻസ് അന്ന് ആ ഒരു വിൻ ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോഴും മുടിയൊക്കെ മടഞ്ഞിട്ടില്ല, യെല്ലോ കളർ ഒരു പക്ഷെ ഭയങ്കര നാടൻ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോ നല്ല ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര ഗ്ലാമർ. എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഇപ്പൊ മിടുക്കി എന്ന് പറഞ്ഞാൽ ഫാഷൻ ബേസ്ഡ് ഒരു ഷോ ആയിരുന്നു. അതിൽ നമ്മൾ ഫാഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഷോ ആണ്. അതിൽ ഫാഷൻ റൗണ്ട്സിൽ അങ്ങനെ ഡ്രസ് ചെയ്യുമായിരുന്നു. അല്ലാത്തപ്പോ നോർമൽ ആയിട്ട് ഇപ്പൊ എനിക്കിപ്പം ഞാൻ ചെയ്യുന്ന ഷോ ഐ കാൺ കം ആൻഡ് വെയർ എ സാരി ഓർ എനിത്തിങ് അല്ലെങ്കിൽ ചുരിദാർ. ഐ ഡ്രസ് അപ്പ് അക്കോർഡിംഗ് ടു ദ ഒക്കേഷൻ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ഇന്നും ഒരു കുർത്തി ഇടാനും അല്ലെങ്കിൽ ഒരു സാരി ഇടാനും ഒരു പട്ടുപാവാട ഇടാനൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ രണ്ടും ഒരുപോലെ ചെയ്യുന്ന ഒരാളാണ്. ദുബായിൽ വന്നതിന് ശേഷം ഒരു എന്തെങ്കിലും വ്യത്യാസം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്റെ സ്റ്റൈൽ സെൻസ് മോശമായിരുന്നു പണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈവൻ ആഫ്റ്റർ വിന്നിങ് മിടുക്കി എനിക്കറിയില്ല അത് ഇങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വിൻ ചെയ്താന്ന് എനിക്ക് തോന്നണേ.
പക്ഷെ ദുബായിൽ വരുമ്പോ നമ്മൾ ഇവിടെ കുറെ കാണുമല്ലോ, ലൈക്ക് എവ്രി വൺ ഡ്രസ്സസ് അപ്പ് സോ വെൽ അല്ലേ. നമ്മൾ പുറത്തൊക്കെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ഒരു മോളിൽ പോവാണെങ്കിലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വായി നോക്കുക പെൺകുട്ടികളായിരിക്കും അല്ലേ. അവരെന്താ ഇട്ടിരിക്കണേ, അവരുടെ ചെരുപ്പ് എന്താ, ഹെയർ എങ്ങനെയാ, അതൊന്നും നമ്മൾ തന്നെത്താൻ ഇൻസ്പയർഡ് ആവുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളുടെ എന്താ പറയാ ചോയ്സ് പതുക്കെ മാറി തുടങ്ങും. നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പിന്നെ നമ്മൾ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഡ്രസ് ചെയ്യും. തോന്നുന്നു. അതെ അതെ അതെ. അതില് വലിയ ഇതൊന്നും തോന്നാറില്ല തോന്നുന്നു. കാരണം മിടുക്കിയുടെ ആ ഒരു ഫൈനൽ എപ്പിസോഡില് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു പ്രസംഗമുണ്ട്. അതായത് നല്ല ക്യൂട്ടാണ് ആക്ച്വലി അതിങ്ങനെ കാണാൻ വേണ്ടിട്ട്. ഇങ്ങനെ എല്ലാ ജഡ്ജസിനെയും ഞാൻ കാല് തൊട്ട് വന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അതിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ചേച്ചിയുടെ തന്നെ ആ ഒരു കഴിവിന്റെ ഒരു. എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ കുട്ടികൾക്കും ആ മാറ്റം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ ടി വിയിൽ കണ്ടോണ്ടാണ് നിങ്ങൾക്ക് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ ഒരു ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 12 വർഷം മുന്നേ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും മാറും. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും നമ്മളെല്ലാവരും ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. നമുക്ക് നോബഡി വിൽ ഗോ ബാക്ക്വേർഡ്. നമ്മുടെ എന്താ പറയാ ലുക്കിന്റെ കാര്യത്തിലാണെങ്കിലും കഴിവാണെങ്കിലും സ്വഭാവമാണെങ്കിലും all of us are growing. സ്നേഹയുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്, വോയിസ് നല്ല ബോൾഡ് വോയിസ് ആണ്. ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആ ഒരു വോയിസ് കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഭയങ്കര മാറ്റം ഉണ്ടായത് വോയിസിലാന്ന് തോന്നുന്നു. എനിക്ക് ഈ അടുത്ത് കുറച്ച് പേര് അത് മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തന്നെ. മിടുക്കിയിൽ എന്റെ ഒരു കുഞ്ഞി ശബ്ദമായിരുന്നു, ഒരു കിളി പോലത്തെ ഒരു ശബ്ദം. ഞാൻ തന്നെയാ. അപ്പൊ എനിക്ക് തോന്നുന്നു ശബ്ദത്തിൽ വലിയൊരു മാറ്റം അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാ സംഭവിച്ചത് എനിക്കറിയില്ല. മിടുക്കിയുടെ ഫുൾ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എന്നോട് മിടുക്കിനെ പറ്റിയിട്ട്. കാരണം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ച് മിടുക്കി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം എസ്പെഷ്യലി നമ്മളും ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രായമായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ലൈഫിൽ മാത്രമല്ല ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ടഫ് സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ വിന്നർ എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ കാണാറില്ലേ കുറെയൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താൻ ഇങ്ങനെ പോകുന്ന ഫ്രണ്ട്ഷിപ്സ് ആണ്. നമ്മുടെ സ്കൂൾ കോളേജ് ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു മിടുക്കിയുടെ കേസിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു 8-10 മാസത്തെ പരിചയമുള്ളൂ. കാരണം ആ ഒരു ടെലികാസ്റ്റിന്റെ ഒരു പീരിയഡ് മാത്രം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ 12 years കഴിഞ്ഞിട്ടും ഇന്നും എവ്രി വൺ ഇസ് ഇൻ ടച്ച് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ ദുബായിൽ കുറച്ച് പേരുണ്ട്, നമ്മൾ കാണാറുണ്ട്, കൂടാറുണ്ട്. ആൻഡ് നാട്ടിലിപ്പോ നമ്മുടെ അമ്മമാര് ചിലര് ഭയങ്കര ഫ്രണ്ട്സാ. ഫോർ എക്സാമ്പിൾ എന്റെ അമ്മയും മിഥിലയുടെ അമ്മയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. അവർ ഒരുമിച്ച് യാത്രകൾ പോകുന്ന, അതുപോലെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന, അങ്ങോട്ട് അമ്മ പോയി താമസിക്കുന്ന, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദം ഹാവ് ബിക്കം ലൈക്ക് ഫാമിലി. ഇപ്പോ എല്ലാവരും ഒരുവിധം മൂവീസിലും ഒക്കെ വന്നിട്ടുണ്ട്. പലരും എന്താ പറയാ പല മേഖലകളിൽ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മൊത്തത്തിൽ എല്ലാം വിട്ടു പോയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്റ്റഡ് ആണ് എല്ലാവരും. ഈ ബോൾഡ്നെസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഈ നയൻതാര, നസ്രിയ, ഈ ഒരു സംഭവം ആൾക്കാർ കമന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ലൈക്ക് ഈ നയൻതാരയുടെ ഒരു ധനുഷിനെതിരെയുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നസ്രിയ വീഡിയോ ആണ് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സൊസൈറ്റിയിൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കാറുണ്ടോ, അതോ ഞാൻ വളരെ കുക്ക് ചെയ്ത ചില പോയിന്റുകൾ മാത്രമാണോ? ഞാൻ വളരെ കുറവാ അങ്ങനെ റിയാക്ട് ചെയ്യാറുള്ളത്. നല്ല പോയിന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതെനിക്ക് എന്തോ അതൊരു പീക്ക് എത്തി ആ ഒരു വിഷയം, അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ വിഷയങ്ങൾ ഒരു പീക്ക് എത്തി എന്ന് തോന്നിയപ്പോ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ കണ്ടാൽ അറിയാം. ഞാൻ വീട്ടിൽ മറ്റേ ഉറക്കം തൂങ്ങിയിരിക്കണ ഒരു കോലമൊക്കെ എനിക്ക് പെട്ടെന്ന് പ്രതിഷേധം അതിൽ കാണുന്നുണ്ട്. സാധാരണ ഞാൻ മറ്റേ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഇടയ്ക്ക് ഞാൻ പ്രതിഷേധിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. പക്ഷെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് കാണുന്ന ഒരു 100 പേരിൽ ചിലപ്പം ഒരു 90 പേര് ചിലപ്പം തെറിവിളിക്കുമായിരിക്കും. പക്ഷെ ഒരു 10 പേർക്കെങ്കിലും അത് മനസ്സിലായാൽ അത് മതി. അല്ല, അത് ഇപ്പോഴത്തെ ഏറ്റവും ഒരു വേസ്റ്റ് പോയിന്റ് ആണെന്ന് പറയാം. ഒരു കാര്യമില്ലാത്ത ആൾക്ക് വീഡിയോകൾ ഭയങ്കര അൺഹെൽതി ഒരു സോഷ്യൽ മീഡിയ കൾച്ചറാണ് ഇപ്പൊ. ലൈക്ക് ഇപ്പം നമ്മൾ പറയില്ലേ പണ്ടൊക്കെ ഈ പാടത്തും വരമ്പത്തും ഒക്കെ ഇരുന്ന് കുശുമ്പ് പറയാന്നുള്ളത്, അതിന്റെ സ്പേസ് ഇപ്പൊ മാറിയെന്നേ ഉള്ളൂ. ആ നിലവാരം തന്നെയാണ് പലരും ഇപ്പൊ പുലർത്തിക്കൊണ്ടിരിക്കണേ. സോഷ്യൽ മീഡിയയില് പല പേജിന്റെയും താഴെ വന്ന് അതേ കുശുമ്പ് തന്നെയാണ് അവർ പറയുന്നത്.
അതിനോട് അതേ കമന്റ് തന്നെ കുറെ പോസ്റ്റുകൾ തുടർച്ചയായി ഇടുന്ന കുറച്ച് പരിപാടികൾ കമന്റ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുണ്ട് നല്ല കാര്യം. പക്ഷെ കണ്ടിന്യൂസ് കണ്ടിട്ടില്ല. ഇല്ല അങ്ങനെ ഞാൻ എല്ലാത്തിനും ചിലതിന് എനിക്ക് തോന്നാറുണ്ട്, ചിലതിന് അത് ഒരു ആവശ്യമില്ല എന്ന് തോന്നുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോ നമുക്ക് ഇതുപോലുള്ള തോന്നലുകൾ ഉണ്ടാവുമ്പോഴാണ്. ഈ എമ്പുരാൻ റിലീസായപ്പോ ഇതിന് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊളിറ്റിക്കലി അല്ലാത്ത കുറെ കമന്റുകളുണ്ട്. അതായത് ഇവരോട് ദേഷ്യം ഉണ്ടായിട്ട് അതുകൂടി ഇതിനോട് റിലേറ്റ് ചെയ്യാവുന്ന കുറെ ആൾക്കാർ ഇരുന്ന് കമന്റ് അയക്കുന്ന ഒരു പരിപാടികളൊക്കെ അതൊക്കെ മനസ്സിലൂടെ ഓടി വന്നു ഇങ്ങനെ ഉണ്ടായപ്പോ. വളരെ നല്ലൊരു കാര്യം, അങ്ങനത്തെ ഒരു സംഭവം. ഇനി അടുത്ത പ്രൊജക്ടുകള്, സിനിമകൾ, കാര്യങ്ങൾ? ഇനി അങ്ങനെ സിനിമ അങ്ങനെ വലിയ പ്ലാനിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. വരികയാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്നുള്ളത്. എന്ന് വെച്ചാൽ സിനിമയോടുള്ള ഒരു താല്പര്യക്കുറവോ അഭിനയത്തിനോടുള്ള താല്പര്യക്കുറവോ ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. പക്ഷെ അഗൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം, അതിനുവേണ്ടി നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മാറ്റി വെക്കണം. ഇപ്പൊ എനിക്ക് സിനിമ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ഞാൻ കൊച്ചി പോയിട്ട് സെറ്റിൽ ആവണം. ഞാൻ നിരന്തരമായി ഞാൻ ഫിലിം മേക്കേഴ്സിനെ മീറ്റ് ചെയ്യണം, ഓഡിഷൻസ് കൊടുക്കണം. അല്ലാണ്ട് ഒന്നും നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വരില്ല. എനിക്ക് തോന്നുന്നു കണ്ടോണ്ടിരിക്കണ കുറച്ചു പേർക്കെങ്കിലും അത് എനിക്കൊക്കെ പണ്ട് മിസ്ലീഡിങ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മുൻപത്തെ ആക്ട്രസസും അവരൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവർ പറയാ ഞങ്ങൾക്ക് സിനിമയിൽ ഇഷ്ടമില്ലാതെ നമ്മൾ വന്നതാ, നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങളെ അവിടെ കണ്ടു, അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നു, നമ്മളെ കലോത്സവത്തിന് കണ്ടു, ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, പിന്നെ നമ്മൾ വന്നു എന്നുള്ള പോലെ. പക്ഷെ ഇന്നത്തെ ആക്ട്രസസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഐശ്വര്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ഇന്നത്തെ എ ലൈൻ ആക്ട്രസസ് പറയും നമ്മൾ ചാൻസ് ചോദിക്കാറുണ്ട്, നമ്മൾ ഓഡിഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പടം ഓരോന്നും കിട്ടിയിട്ടുള്ളത്. അതായത് ഇന്നും അവർ ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ എനിക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന യങ് കുട്ടികളുണ്ടാവും, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ കം ടു യുവർ ഡോർ സ്റ്റെപ്പ്. ഇറ്റ് വിൽ നോട്ട്. കാരണം ഇഷ്ടംപോലെ ടാലന്റഡ് കുട്ടികളുണ്ട്. നമ്മളൊന്ന് റീൽസ് ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എന്ത് അസാധ്യ ടാലന്റാ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യുക. എനിക്കിപ്പോൾ ദുബായ് വിട്ട് അങ്ങനെ കൊച്ചിയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാത്തത്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്തേനെ. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ആയില്ലോ, നമ്മുടെ ബേസ് ഇപ്പോൾ ഇവിടെ ആയപ്പോൾ ഇവിടെ നിന്നൊരു പറിച്ചു നടലിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഗ്യവശാൽ എന്തെങ്കിലും വന്നാൽ ചെയ്യാമെന്നുള്ളതാണ്. വളരെയധികം എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് നാട് എന്ന് പറയുന്ന ഓഫ്കോഴ്സ് നമ്മുടെ നൊസ്റ്റാൾജിയാണ്, നമ്മുടെ ആത്മാവുമായി കണക്റ്റഡ് ആണ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഞാൻ ദുബായിലാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും ഞാൻ നാട്ടിൽ പോയാൽ ഭയങ്കര ഹാൻഡിക്യാപ്ഡ് ആക്കാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഒരു എന്താ പറയാ, ഇപ്പൊ ഏറ്റവും നല്ല പാർലർ നാട്ടിലേതാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്റെ അടുത്ത് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഞാൻ ലൊക്കേഷൻ പറയൂ, ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയും. അത് ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും എനിക്ക് ഇവിടെ എല്ലാം എനിക്ക് അറിയാം. നാട്ടിൽ എനിക്കിപ്പോ പണ്ടത്തെ കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് പുതിയതായിട്ട് എനിക്കൊന്നും അറിയില്ല. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഒരാളുടെ സഹായം വേണം എപ്പോഴും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണേ. അപ്പൊ എനിക്കിവിടെ ഞാൻ ഒറ്റയ്ക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുമല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ. അതുകൊണ്ട് പിന്നെ എല്ലാം കൊണ്ടും സേഫ് ആയിട്ടുള്ള ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി, നമുക്ക് ഇത്രയും നല്ല എന്താ പറയാ എല്ലാത്തിലും നമുക്ക് ബെസ്റ്റ് അല്ലേ ഇവിടെ കിട്ടുന്നത്. ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു പറഞ്ഞല്ലോ ഇവിടെ വേറൊരു കൺട്രിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു ഇന്ന് പറഞ്ഞത് RJ ഫീൽഡ് തന്നെയായിരുന്നു. ആണ് ആക്ച്വലി. അതായത് ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് 1-2 സെലിബ്രിറ്റീസ് ഇവിടുത്തെ റേഡിയോ ജോയിൻ ചെയ്തത്. ഫോർ എക്സാമ്പിൾ മീരാനന്ദൻ ഒക്കെ. എനിക്ക് തോന്നുന്നു മീര, സത്യം പറഞ്ഞാൽ ഇത് മീരയ്ക്ക് പോലും അറിയില്ല, ഞാൻ പുള്ളിക്കാരുടെ അടുത്തൊന്നും ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനൊരു കോൺവെർസേഷൻ നമ്മൾ ഉണ്ടായിട്ടില്ല. മീരാനന്ദൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ലൈക്ക് ദുബായിൽ ഒരാള് സിനിമ വിട്ട് റേഡിയോ ജോയിൻ ചെയ്യണമെങ്കിൽ, നാട്ടിലെ റേഡിയോനുള്ള മാർക്കറ്റ് അല്ല ദുബായിലുള്ള. നാട്ടിലെ റേഡിയോ ജോക്കികളൊക്കെ സെലിബ്രിറ്റികളാണല്ലോ. അതെ അതെ. നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി പുള്ളിക്കാരെ അങ്ങനെ ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ ഇവിടുത്തെ റിലേറ്റീവ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് നാട്ടിലെ പോലെയല്ല, ഇവിടെ റേഡിയോന് ഭയങ്കര സ്കോപ്പാണ്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ എന്നാ ഞാൻ ദുബായ് പോവുകയാണെങ്കിൽ റേഡിയോ ട്രൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ വന്ന ആദ്യത്തെ ദിവസം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു FM സ്റ്റേഷൻസ് ഇൻ UAE എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ലിസ്റ്റ് കിട്ടി.
കിട്ടി. അവരുടെയൊക്കെ വെബ്സൈറ്റ് ഞാൻ പോയി നോക്കി. അപ്പൊ അതിലൊക്കെ ഒരു ഇമെയിൽ ID ഉണ്ടാവുമല്ലോ, മറ്റേ കരിയറിന്റെ ഇതില് എല്ലാത്തിലും ഇരുന്ന് ഞാൻ CV അയച്ചു. അങ്ങനെയാണ് എനിക്ക് 2 റേഡിയോ എന്നാണ് കോൾ വന്നത്. ഒന്ന് ക്ലബ് FM, ഒന്ന് വേറൊരു റേഡിയോ. അപ്പൊ ക്ലബ് FMന്റെ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം മാതൃഭൂമി എന്നുള്ളത് ഏതൊരു മലയാളിനെയും ഇതാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം I was more than happy to join Club FM. അങ്ങനെ ഒരു പ്രോപ്പർ ഇന്റർവ്യൂ ഒക്കെ കൊടുത്താ ഞാൻ കയറിയത്. കുറെ പേര് വിചാരിച്ചു നാട്ടിൽ നിന്ന് എന്നെ ഹയർ ചെയ്തതാണ്. അങ്ങനെയല്ല, ഇവിടെ വന്ന് ഇന്റർവ്യൂ കൊടുത്തതാണ്. സ്നേഹ ഒരു RJ ജോബാണ് ചെയ്തിരുന്നത്. സോ ചില സമയത്ത് നമുക്ക് ലിസണേഴ്സിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില, അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം മെഡിക്കൽ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ സെക്ഷനൊക്കെ അവരൊരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിങ്ങനെ ടോർച്ചർ നേരിട്ടത്. അതെ, ശരിക്കും ഒന്ന് കാണും നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ആ കുട്ടി ശരിക്കും ശരിക്കും അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ? എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയാ സമയോചിതമായ ഇടപെടൽ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ നമുക്ക് വി കൻ തിങ്ക് ആൻഡ് റിയാക്ട്. ചില സമയത്ത് നമുക്കത് പറ്റാറുമില്ല. ഇപ്പൊ റേഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഓഫ് ബീങ് എൻ RJ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ എത്രയോ മനുഷ്യരുമായിട്ടാണ് നമ്മൾ സംസാരിക്കണത്, ഒരുപാട് പേരുമായിട്ട്. അപ്പം എന്റെ ഷോയിൽ മിനിമം നമ്മളൊരു 9 പേരുമായിട്ട് സംസാരിക്കും ഒരു ദിവസം. അപ്പൊ ആ 9 പേരും 9 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ചില ആളുകൾ അത് സ്വീറ്റസ്റ്റ് സോൾസ്, അതായത് നമ്മുടെ അടുത്ത് അങ്ങേയറ്റം സ്നേഹവും നമ്മുടെ അടുത്ത് ഭയങ്കര ആത്മാർത്ഥതയും ഒരു കണക്ഷനുള്ള ആളുകളാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിൽ പോയി വന്ന സമയത്ത് ഒരു ലിസണർ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടിൽ പോയി വന്നിരിക്കാല്ലേ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഓണർ ഒരു വിഷമവും കാണിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഉള്ളിൽ വിഷമം ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഹോം സിക്ക് ആയിരിക്കുമല്ലോ നമ്മൾ നാട്ടിൽ പോയി വരുമ്പോ. പക്ഷെ എന്നെ ഒരിക്കലും നേരിട്ട് കാണാത്ത ഒരാളത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ തോന്നി. അതേസമയം നമ്മുടെ പേഷ്യൻസ് പരീക്ഷിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കുറവാ, കാരണം ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു പരിധിക്കപ്പുറം ആരും നമ്മുടെ അടുത്ത് അങ്ങനെ നമ്മുടെ പേഷ്യൻസ് ഒന്നും പരീക്ഷിക്കില്ല. പക്ഷെ ചില ആളുകൾ ദേ ആർ ലൈക്ക് ദാറ്റ്. അവർ സംസാരിക്കുന്ന രീതിയാവാം, മോശമെന്നല്ല കേട്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അവർ സംസാരിക്കുക. പക്ഷെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ പഠിക്കും. അത് എനിക്ക് തോന്നുന്നു RJ ആയതിനു ശേഷം ആളുകളെ ഡീൽ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പഠിക്കുക. എല്ലാവരുടെ അടുത്തും ഒരുപോലെയല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു പാഠം. നമുക്ക് മറ്റതെന്താ, ഒരു സംസാര രീതി, ഒരു പെരുമാറ്റ രീതി, അതല്ലേ ഉണ്ടാവുക. അങ്ങനെയല്ല ശരിക്കും. അതിപ്പോ ആരാണെങ്കിലും, RJ ആണെങ്കിലും നോർമൽ ആളാണെങ്കിലും നമ്മൾ ആളനുസരിച്ച് സംസാരിക്കണം. ചിലപ്പോ ചിലർ ഇച്ചിരി ടഫായിരിക്കും, അപ്പൊ ആ ടഫായ രീതിയിൽ അവരോട് സംസാരിക്കുക. ആൾക്കാർ നമ്മൾ RJ എന്ന് പറയുമ്പോ നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. കാരണം നമ്മൾ ദിവസം കാണുന്ന ഇവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനെ പോലെ നമ്മൾ കാണും. പക്ഷെ ഇവര് നേരിട്ട് കാണുമ്പോ ചില സമയത്ത് ഇവരങ്ങനെയല്ലോ എന്നുള്ളൊരു സംഭവം. അല്ല, നേരിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ പരിചയമില്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ചില സമയത്ത് നമ്മള് ഹായ് എന്ന് പറയുമ്പോ അവര് നല്ല തിരക്കിലായിരിക്കും, അവർ എങ്ങനെ കൊണ്ട് അവർ പോകും. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പഴല്ല, കുറെ നാളും ഇങ്ങനെ. അപ്പൊ ഇയാളല്ലോ, അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാര്. പിന്നെ ഓൺ എയർ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അതായത് ഓൺ എയർ ഒരു പേഴ്സണാലിറ്റി അവർ തന്നെ ക്രിയേറ്റ് ചെയ്യും, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഈവൻ വോയിസ് പോലും ട്വീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നേരിട്ട് അവർക്കുള്ള ശബ്ദമായിരിക്കില്ല ഓൺ എയർ ഉള്ള ശബ്ദം, അതവര്. അപ്പൊ അങ്ങനെ ഓൺ എയർ അത് മോശം കാര്യം എന്നല്ല, അത് അവർക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അവർ പിക്ക് ചെയ്യുക. രണ്ടും രണ്ടായിരിക്കും. പക്ഷെ ഇതിലെന്താ ഏറ്റവും എനിക്കൊരു സന്തോഷമായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞാൻ കണ്ടിട്ടില്ല, പുകഴ്ത്തില്ല, ഞാൻ സ്നേഹയുടെ കണ്ടിട്ടില്ല, സത്യമായിട്ടും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ RJ എന്നൊക്കെ പറഞ്ഞപ്പോ വിളിച്ചപ്പോ പുകഴ്ത്തണം, ഇനി ഞാൻ ഓണർ ചൂസ് ചെയ്തത് എന്റെ പേഴ്സണാലിറ്റി ആയതുകൊണ്ടായിരിക്കും. അല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നമില്ല. നമ്മള് എന്താ പറയാ, ഗേൾ നെക്സ്റ്റ് ഡോർ എന്നുള്ള. എനിക്ക് തോന്നുന്നു നിങ്ങളും ഭയങ്കര സ്വീറ്റ് ആയിട്ട് അല്ലേ എന്റെ അടുത്ത് പെരുമാറുന്നത്. അപ്പം ഞാനും അങ്ങനെ തിരിച്ചു പെരുമാറുള്ളൂ. അല്ല, അതിന് പ്രത്യേകതയുണ്ട്, അത് ഗുരുവായൂർക്കാരി ആയതുകൊണ്ടാ നമ്മൾ അങ്ങനെ എടുക്കാം. ഇതിൽ ഗുരുവായൂരില്ല, തൃശ്ശൂര്. ഇതൊരു ജില്ലയായി നമുക്ക് പ്രഖ്യാപിക്കാം. അല്ല, ആള് തിരുവനന്തപുരം. പക്ഷെ അതിനെ കുറിച്ച് പറയുമ്പോ ഇന്ന്
ഹസ്ന സ്നേഹ അഭിനയിച്ച ആദ്യത്തെ സിനിമയിലെ പാട്ട് പഠിച്ചിട്ടാണ് നിൽക്കുന്നത്. അതെ, കാരണം നമ്മുടെ ഗോപു ചേട്ടൻ, അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഗോപു കൃഷ്ണ, എന്റെ ബ്രദറിന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ എന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഞാൻ ആ പാട്ട് ആരും പാടി അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാനിങ്ങനെ ചിത്രചേച്ചി പാടിയ പാട്ടുമാണത്. മറ്റേ അതിലൊരു ഹേമന്ത് ചേട്ടനും ചേച്ചിയും കൂടെ ആക്ട് ചെയ്ത വേറൊരു പാട്ടുണ്ട്, മുന്തിരി വള്ളിയിൽ എന്നുള്ള സോങ്. ആ സോങ് ഞാനൊന്ന് സിദ്ധാർത്ഥ് പാടിയ സിദ്ധാർത്ഥും ദിവ്യയും കൂടെ പാടിയ പാട്ടല്ലേ? ദിവ്യാണ് എന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സോങ് ഞാൻ ജസ്റ്റ് ഒന്ന് 2 വരി ചേച്ചിക്ക് വേണ്ടിയിട്ട്. മൈക്ക് മുന്തിരിവള്ളിയിൽ ചെമ്പകമേനിയിൽ ചേർന്നു മയങ്ങും നേരം, നെഞ്ചിരി മഴയിൽ ഞാനൊരു മയിലായി തേടിയതേതൊരു രാഗം, നീരാമ്പൽ പൂവിതൾ മിഴിയിൽ കുരുക്കുന്നൊരാ ചെറുനാണം, മെല്ലെ മെല്ലെ തഴുകാം ഞാൻ കൊഞ്ചി കൊഞ്ചി അരികിൽ വാ, മുന്തിരി വള്ളിയിൽ ചെമ്പകമേനിൽ ചേർന്നു മയങ്ങും നേരം, നെഞ്ചിരി മഴയിൽ ഞാനൊരു മയിലായി തേടിയതേതൊരു രാഗം. കുറെ മെമ്മറീസ് തിരിച്ചു വന്നു. അതെ, ഈ സോങ് ഞാൻ ഗോപു കൃഷ്ണ PS ഇതിന്റെ ഡയറക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. വേറൊരു സ്പെഷ്യാലിറ്റി ആണ്, ഗ്രാൻഡ് ഫാദർ ഒരു ഫിലിം ആക്ടർ ആയിരുന്നു. ലേലം എന്നൊക്കെ പറഞ്ഞ സിനിമയിലുണ്ട്, കടയാടി രാഘവൻ. ഒരു കലാകുടുംബമാണ് അല്ലേ? കുറെ സിനിമയിലുണ്ട്. അതെന്റെ മദറിന്റെ ഫാദറാണ്. കുട്ടി കടയാടി രാഘവനല്ല. അതെ അതെ, എനിക്ക് ക്യാരക്ടേഴ്സിന്റെ പേര് കറക്റ്റ് അറിയാം, പക്ഷെ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അങ്ങനെ രാധിക അല്ല, ഒരു എന്താ പറയാ, കുഞ്ഞിരാമായണത്തിൽ വല്ല പാട്ട് അറിയോ? കുഞ്ഞിരാമായണത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങനെ പാടാൻ സുഖമുള്ള പാട്ടുകൾ. സരസ്യാണ് അതിലത്തെ മെയിൻ സോങ് അല്ലേ? എനിക്ക് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേറൊരു സോങ് ഉണ്ട്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് പാടിത്തരാം. ചേച്ചിക്ക് മെമ്മറി വരുന്ന സോങ്, മെമ്മറീസ്. ഞാൻ ഊഹിക്കട്ടെ, ഞാൻ മെഡിക്കൽ ചെയ്ത ഏതെങ്കിലും പെർഫോമൻസിന്റെ പാട്ടായിരിക്കും? അല്ല അല്ല, പക്ഷെ മെഡിക്കൽ റിലേറ്റഡാ. ഓക്കെ, പാടട്ടെ. ടൈറ്റിൽ സോങ് ആണോ അതിന്റെ? അത് പൊളിച്ചു പാടാം. യെസ് പ്ലീസ്, ഞാൻ ഇതൊക്കെ കേട്ടിട്ട് കൊറേ നാളായി. ഓക്കെ. താരം കണിക്കൊരു തെളിനാലും പോൾ ഉയരും ഞാൻ ഈ മിടുക്കി, താരം കണക്കൊരു തെളിനാളം പോൾ ഉയരും ഞാൻ ഈ മിടുക്കി, ആരും കൊതിച്ചൊരു സ്വരരാഗം പോൾ മികവേറും ഞാൻ മിടുക്കി, മാറ്റം രചിക്കണ മനസ്സാണേ, ഊറ്റം ചൊല്ലിക്കണ തപസാണേ, ഉയരിൽ സ്വപ്നം പൂത്തുലയുമ്പോൾ ഉയരും നീ അവൾ വീണ്ടും മിടുക്കി മിടുക്കി മിടുമിടുമീ. അങ്ങനെ തീരെ എക്സ്പെക്ട് ചെയ്തില്ല, അത് ഭയങ്കര നല്ലൊരു സർപ്രൈസ് ആയിപ്പോയി. താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുവാണ്, കാരണം അന്ന് ആ എപ്പിസോഡ്സ് ഒക്കെ ഇങ്ങനെ എന്റെ ഫോണിലും TV-യിലൊക്കെ കണ്ടിട്ട് ഇന്ന് അതിന്റെ വിന്നറിന്റെ മുന്നിൽ പാടാൻ പറ്റുക, അതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് വരില്ല എന്റെ ലൈഫിൽ. എനിക്കും ഭയങ്കര സന്തോഷമായത് ഒരാൾ പാടി കേട്ടപ്പോ, കാരണം അന്നൊക്കെ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് തരുന്ന ഒരു പാട്ടായിരുന്നു. നമ്മളത് ചാനലില് കാണുമ്പോഴും അല്ലെങ്കിൽ അവിടെ നമ്മൾ സെറ്റിലിരിക്കുമ്പോൾ അത് പ്ലേ ചെയ്യുമ്പോഴും എല്ലാ മിടുക്കീസിനും അതെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടൈറ്റിൽ സോങ്. പക്ഷെ ഭയങ്കര മ്യൂസിക് അതിന്റെ ഭയങ്കര നമുക്ക് ഇങ്ങനെ ഗൂസ് ബംസ് തരുന്ന ഒരു സംഭവം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു പെട്ടെന്ന്. അതില് റിമ ചേച്ചിയും ഡാൻസ് കളിച്ചിട്ട് നല്ല രസമാണ് ആ പാട്ട്. മെഡിക്കലിക്കുള്ള എൻട്രി ആണ്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഗുരുവായൂരുന്നാണ്. അന്നൊന്നും നമുക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയാ ചാനലിലേക്കുള്ള എക്സ്പോഷർ കുറവാ, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ അവിടെ ഉറപ്പായിട്ടും ഞാൻ കോളേജിൽ കൂടുതലും ഞാൻ ആങ്കറിങ്ങും സ്പീച്ചും ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് കോളേജിൽ ഉണ്ടായിരുന്നു. പക്ഷെ സ്കൂളിൽ ഞാൻ കുറച്ച് ഡാൻസും അങ്ങനത്തെ പരിപാടി സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് മിടുക്കിയുടെ ഹോർഡിങ് ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് നിങ്ങളൊരു മിടുക്കിയാണോ എങ്കിൽ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ID ഒക്കെ. അപ്പോൾ ഇത്രയും മിടുക്കിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ അന്നൊക്കെ കുറേ ഡാൻസ് റിയാലിറ്റി ഷോയും കുറേ മ്യൂസിക് റിയാലിറ്റി ഷോയും ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാന്ന് തോന്നിയപ്പം എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഉർവി. ഞാനത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉർവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്.
അപ്പൊ പേര് ഒരു അതെ അതെ, ഉർവി എന്നുള്ള പേരിന്റെ അർത്ഥം ഭൂമി എന്നാണ്. അതെ, ഭയങ്കര റെയർ പേരാണ്. അപ്പം ഉർവിയാണ് എൻ്റെ അടുത്ത് പറയണേ, നീ ഇതിനെ അപ്ലൈ ചെയ്യുന്നൊക്കെ. നമ്മളെക്കാളും നമ്മളിൽ കോൺഫിഡൻസ് ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ കാണാത്ത എന്തോ അവര് കാണും എന്ന് പറയണ പോലെ. അങ്ങനെ പുള്ളിക്കാരി നിർബന്ധിച്ചിട്ട് ഞാൻ അയച്ചതാ. അയക്കുമ്പോൾ ഞാൻ ഈവൻ 0.1% പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്ക് അവിടുന്ന് ഒരു റെസ്പോൺസ് പോലും വരും എന്ന്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇന്നും ആണ്, പക്ഷെ അന്ന് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആ. കാരണം അന്നൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ റിയാലിറ്റി ഷോസ് മാത്രമേ വഴിയുള്ളൂ. അതെ, ഇന്നിപ്പോ എല്ലാവർക്കും സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ട് മുന്നോട്ട് വരാൻ. അന്ന് അതല്ല. അപ്പൊ അന്ന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അവിടെ ഒരുപാട് പേര് വരുമെന്ന് എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് നമ്മളൊക്കെ തഴയപ്പെടും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ അവിടുന്ന് റിപ്ലൈ വന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. വന്നിട്ട് നമ്മൾ ഓഡിഷന് വിളിച്ചു. ഫസ്റ്റ് ലെവൽ ഓഫ് ഓഡിഷൻ ഉണ്ടായിരുന്നു അരൂര് മനോരമയുടെ സ്റ്റുഡിയോയിൽ തന്നെ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു ഓഡിഷന് പോണത് വാള് വെച്ച് അവശയായിട്ടാണ്. കാരണം എനിക്ക് ഈ സിക്നെസ് കൂടുതലാണ്. റോഡ് വേ കുറെ ട്രാവൽ ചെയ്താൽ എനിക്ക് അന്നൊക്കെ കേട്ടോ, ഇപ്പൊ 2.5-3 മണിക്കൂറിന്റെ യാത്രയാണല്ലോ. ഞാൻ അവിടെ എത്തുമ്പോൾ ആവശ്യമായി. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഓഡിഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് ഓഡിഷൻ കൊടുത്തു. അവിടുന്ന് സെലക്ഷൻ കിട്ടി. സെക്കൻഡ് ഓഡിഷനിൽ പോയപ്പം അവിടെ ഭയങ്കര കുറേ ആൾക്കാരുണ്ട്. അതായത് ഫസ്റ്റ് ലെവൽ ഓഫ് ഓഡിഷനിൽ വിൻ ചെയ്ത എല്ലാവരുമാണ് സെക്കൻഡ് ലെവലിൽ വന്നിരിക്കണേ. അതിൽ കുറേ ആങ്കേഴ്സ് ഉണ്ടായിരുന്നു, അന്നത്തെ കുറേ സെലിബ്രിറ്റീസിന്റെ മക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നമുക്ക് പോവാം, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇപ്പൊ പോയാൽ രാത്രി ആവണതിന് മുന്നേ നമുക്ക് വീട്ടിലെത്താം. അപ്പൊ അമ്മ പറഞ്ഞു നമ്മൾ അങ്ങനെ തോറ്റ് പിന്മാറാൻ പാടില്ല, നമ്മൾ ശ്രമിക്കുക എന്നൊക്കെ അമ്മയുടെ ആ ഒരു ഉപദേശം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പിന്നെ കിട്ടി പോയി എന്നുള്ള രീതിയിൽ എനിക്ക് കൂടെ അങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക. ഓഡിഷന് ഉണ്ടായിരുന്ന ജഡ്ജസ് പീയൂഷ് മാം ഉണ്ടായിരുന്നു, റീമ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അംബിക മാം ഉണ്ടായിരുന്നില്ല, വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഓഡിഷന്. അത്രയും പേരായിരുന്നു സെക്കൻഡ് ലെവൽ ഓഫ് ഓഡിഷന്. ഫസ്റ്റ് ലെവലിൽ സൈലേഷ മാമും നമ്മുടെ മിടുക്കിയുടെ പ്രൊഡ്യൂസറും ആയിരുന്നു, സതീഷ് ചേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ലെവൽ ഓഫ് ഓഡിഷനിൽ കൂടുതലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു. അവർ കുറെ ലൈഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ. സെക്കൻഡ് ഓഡിഷനിൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. നമുക്കൊരു എത്നിക് റൗണ്ടും ഒരു മോഡേൺ റൗണ്ട്, ഒരു വെസ്റ്റേൺ റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എത്നിക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എത്നിക് വെയർ ഇട്ട് വരണം, മോഡേണിൽ എന്തെങ്കിലും മോഡേൺ വെയർ ഇട്ട് വരിക. പിന്നെ ഒരു ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അഗൈൻ ക്വസ്റ്റ്യൻ ആൻസർ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതും കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്കിതിൽ എന്തായാലും സെലക്ഷൻ കിട്ടാൻ പോകുന്നില്ല. ഞാൻ ആ അധ്യായം മറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെ കോള് വന്നു, നിനക്ക് സെലക്ഷൻ കിട്ടി, അടുത്ത ആഴ്ച ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. അപ്പം എനിക്കിങ്ങനെ പേടിയാണോ സന്തോഷമാണോ എന്നറിയാത്തൊരു മിക്സ്ഡ് ഇമോഷനാണ് വന്നത്. കാരണം അതൊരു വലിയൊരു സ്റ്റെപ്പാണല്ലോ. ലൈക്ക് എനിക്ക് ഒരു പരിചയമില്ല, ലൈക്ക് മോഡലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയ പരിചയം പോലും ഇല്ലാത്തൊരു ഞാൻ എങ്ങനെ ചാനലിൽ പോകും എന്നൊക്കെ. പിന്നെ പോയി അപ്പോഴൊക്കെ ആഗ്രഹം കുറച്ച് റൗണ്ട്സിലൊക്കെ ഉണ്ടാവണം, അതാവുമ്പോൾ ടി വിയിൽ ഒരു 5-6 തവണയൊക്കെ വരാലോ എന്നുള്ളായിരുന്നു. പിന്നെ പതുക്കെ ആഗ്രഹം നമ്മുടെ കൂടി വരുമല്ലോ, അത്യാഗ്രഹമായി വരും. പിന്നെ അപ്പോൾ ഒരു ഗ്രാൻഡ് ഫിനാലയുടെ സ്റ്റേജ് വരെ കയറിയാൽ കൊള്ളാം എന്നായിരുന്നു. ഫൈനലിസ്റ്റ് ആയാൽ മതി, പിന്നൊന്നും ചെയ്യണ്ട എന്നുള്ളതായിരുന്നു. പിന്നെ ഫൈനലിസ്റ്റ് ആയപ്പോൾ വല്ല 2ോ 3ോ ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു, ഒരു മെമെന്റോ വീട്ടിൽ കൊണ്ടുപോയി വെക്കാലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം എന്താ പറയാ ഒരു ദൈവാധീനം. അതാണ് എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ സ്നേഹ ഈ ഒരു ദുബായിലൊരു ആർജയി മാറുമായിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കലും ഇല്ല. അതെന്റെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആ. കാരണം അതെനിക്കൊരു ഡയറക്ഷൻ കാണിച്ചു തന്നൊരു സംഭവമായിരുന്നു മിടുക്കി. ഇന്നും ഒന്നിന്റെയും പരമോന്നത പദവിയായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു സ്റ്റാർട്ടായിരുന്നു, അതൊരു ഡിറക്ഷൻ ആയിരുന്നു എനിക്ക്. കാരണം അതുവരെയുള്ള എൻ്റെ പ്ലാൻ, ഇപ്പം ഞാൻ BCom പഠിച്ചതെന്ന് പറഞ്ഞല്ലോ, BCom കഴിഞ്ഞ് MCom ചെയ്യണം, MCom കഴിഞ്ഞ് എനിക്ക് നെറ്റ് എഴുതണം, എനിക്ക് കോളേജിൽ പഠിപ്പിക്കണം, അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ആഗ്രഹം. ഒന്നും നടന്നില്ലെങ്കിൽ സ്കൂളിലെങ്കിലും എനിക്ക് പഠിപ്പിക്കണം. ടീച്ചിങ് ആയിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ എനിക്ക് ടീച്ചർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പൊ കുറെ പേര് ഇപ്പോഴും എന്റെ അടുത്ത് ചോദിക്കും അന്ന് മിടുക്കിയുടെ ഇന്റർവ്യൂവിൽ ടീച്ചർ ആവണം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ RJ ആയത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ ചില സമയത്ത് ഒരു ഡയറക്ഷൻ മാറുമ്പോൾ എനിക്ക് മിടുക്കി വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ബി ഇതായിരിക്കും എനിക്ക് ബെസ്റ്റ്, എനിക്ക് എന്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതും ഞാൻ ചെയ്യുമ്പം ഞാൻ ആസ്വദിക്കാൻ സാധ്യതയും ഇതായിരിക്കും. പക്ഷെ ഇന്നും ഒരു ഓൾട്ടർനേറ്റീവ്, അതായത് ഒരു പാരലൽ വേൾഡിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ ചോദിച്ചാൽ ഇന്നും എനിക്ക് ടീച്ചർ ആവാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാ ദിവസവും ഒരു ഇൻഫ്ലുവൻസർ ഒരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഒരുവിധം എല്ലാ ദിവസവും ഒരു റീലിടണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇത് എപ്പോഴെങ്കിലും ബേർഡൻ ആവാറുണ്ടോ? എനിക്കറിയാവുന്ന കുറെ പേരുണ്ട്
ഇടാനൊന്നുമില്ല. അത് എന്തിടും ഞാൻ ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസറേ അല്ല, കോണ്ടന്റ് ക്രിയേറ്റർ എന്നും പറയാൻ പറ്റില്ല. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു വഴിക്ക് പോകണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ നോക്കിയാലും അങ്ങനത്തെ ഞാൻ എന്നും ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. എന്റെ വർക്കാണ് ഞാൻ പ്രധാനമായിട്ടും അതിൽ കാണിക്കാറ്. ഇപ്പം ഞാൻ ചെയ്യണ ഷോസ് ആയിരിക്കും, ഇവന്റ്സ് ആയിരിക്കും, ഫോട്ടോഷൂട്ട്സ് ആയിരിക്കും, അങ്ങനെ വർക്ക് കാണിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടേ ഞാൻ അതിനെ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും ഭയങ്കര സ്കോപ്പുള്ള ഒരു മാധ്യമമാണ്. ഒരുപാട് പേര് അതിൽ നിന്നാണ് ഒരു എന്താ പറയാ ഒരു ജീവിതമാർഗം ഉണ്ടാക്കുന്നത്. അല്ല, എന്നോട് പറയാറുണ്ട് 8 മണിയായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ടൈമായി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പൊ എന്റെ കൂടെ ഷോ ഹോസ്റ്റ് ചെയ്തിരുന്ന ഷർദുള്ളുണ്ട്. ഷർദുള്ള നമ്മുടെ ഹിന്ദി FM ആർജയാണ് പുള്ളി. ഷർദുള്ള എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു 5 മിനിറ്റ് ധ്യാനൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചിട്ടാണോ ഇടുക? അപ്പൊ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു വീഡിയോ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാ കൊണ്ടുതരാൻ നമുക്ക് അറിയോ എന്ന്. ഭയങ്കര സത്യമാണ്. എനിക്ക് പല അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ചിലപ്പോ എന്റെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും എനിക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവുക. അപ്പൊ അവര് പറയും ഞങ്ങൾ ഇന്ന വീഡിയോ കണ്ടിട്ടാ വിളിച്ചേന്നൊക്കെ. അപ്പം സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സ്നേഹയുടെ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്നത്. സ്നേഹ ക്ലബ് എഫ് ഇറങ്ങിയ സമയം ആ ഒരു ഭയങ്കര ഇമോഷണലി ആയിരുന്നു വന്ന ആ ഒരു ലാസ്റ്റ് ഒരു പറയുന്ന ആ ഒരു ടൈം. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അതിനുശേഷം ഒരുപാട് വീഡിയോസ് കണ്ടു അമനായിട്ടും ഒക്കെ ആയിട്ടും എല്ലാവരുമായിട്ട് ഒരു ഗ്യാതറിംഗ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അയ്യോ, എനിക്ക് ഇപ്പോഴും എനിക്കിങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ സ്ക്രോൾ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ചിലത് വിൽ ബ്രിങ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് എന്ന് പറയും, പക്ഷെ ചിലത് വിൽ ഗിവ് യു ഏക്ക് ഇൻ യുവർ ഹാർട്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് എൻ്റെ ക്ലബ് എഫ് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ. കാരണം ഞാൻ 9 years വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. ടെക്നിക്കലി എൻ്റെ ആദ്യത്തെ ജോലിയായിരുന്നു അത്. ഞാൻ അവിടെ വളർന്നേ. കാരണം I was only 22 when I joined. അവിടെ ഞാൻ വളർന്നു. എൻ്റെ 20s കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് 30s കടന്നത് അവിടെയാണ്. എൻ്റെ ലൈഫിൽ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും കണ്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്, പേഴ്സണലും പ്രൊഫഷണലും ഒക്കെ. അപ്പോൾ അവിടെയുള്ള ഫ്രം ദ റിസപ്ഷൻ ടു ദ മാനേജ്മെന്റ് എല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എല്ലാവരുമായിട്ടൊരു പേഴ്സണൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തതായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് ഷോ എന്ന് പറയുന്നത് അയ്യോ, അതെങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം റേഡിയോന്റെ ഒരു ഗുണം നമ്മുടെ ഫേസ് കാണില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ അമ്മന് സിഗ്നൽ കാണിക്കും, ചിരിയെ കുറിച്ചാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മിസ് ചെയ്യുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മയ്ക്ക് വേണ്ടിട്ട് മറ്റേ പാട്ട് പാടാൻ പറ്റുമോ? കാറ്റാടി തണലും. ഓ, അതിന്റെ ഒരുമിച്ച് പാടാം. കാറ്റാടി തണലും തണലത്തറ മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തോടെ കണ്ണും കളിയൂഞ്ഞാലാടും നീടനാഴിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തറ മതിലും അതിലെല്ലാം ആ ഒരു ഫീലിംഗ് എനിക്ക് കോളേജിനേക്കാളും സ്പെഷ്യൽ ആണ് ക്ലബ് എഫ് എം. കാരണം ഞാൻ കോളേജിൽ എൻജോയ് ചെയ്തതിനേക്കാളും കൂടുതൽ ക്ലബ് എഫ് എമ്മിൽ എൻജോയ് ചെയ്തിരിക്കുന്നത്. അതൊരു കോളേജായിരുന്നു. കാരണം അവിടെ പോകുമ്പോഴാണ് നമ്മളെല്ലാം മറന്ന് അടിച്ചു പൊളിക്കുക. പിന്നെ അതൊരു വീട് പോലെയായിരുന്നു എനിക്ക്. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിലി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. ഐ മീൻ ഭയങ്കര ഒരു ഫേസ് ആയിരുന്നു. ഭയങ്കരമായിട്ടും ഞാൻ ട്രഷർ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. മിസ്സാവുണ്ട് വെച്ചാൽ ഉറപ്പായിട്ട് ആ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ മിസ്സാവുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പോയി നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു സമയം. പക്ഷെ ആളുകളെ മിസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇപ്പോഴും ടച്ചിലുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോഴും കൂടാറുണ്ട്, കാണാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഫ്രൈഡേ നൈറ്റ്, അതായത് ഇന്നലെ അല്ലേ ഇത്, ഇന്നലെ മിനി പദ്മ, നീന അവരൊക്കെ ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എപ്പോഴും ഉണ്ടാവും. അതൊരു ഫാമിലിയാണ്, സ്ട്രോങ് ഫാമിലി ആയിട്ട് എപ്പോഴും. നമ്മളിനി ഭാവിയിൽ വേറെ എവിടെയെങ്കിലും പോയാൽ പോലും അതുണ്ടാവും. എന്നാലും ആ ഒരു സംഭവം മിസ് ചെയ്യുന്നുണ്ട്. മറ്റേത് എന്നും ഒരു 8 മണിക്കൂർ എല്ലാവരും ഒരുമിച്ചാണല്ലോ. യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വിയറ്റ്നാം പോയി. അതെ 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 അതെ. അയ്യോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കൾച്ചറാണ് അവിടുത്തെ. അതായത് അവിടെ നമ്മളിപ്പം സാധാരണ എല്ലായിടത്തും പോയി കഴിഞ്ഞാല് സ്ത്രീകളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പരാതികളൊന്നും ഉണ്ടാവാറില്ല. അത് നൈസ് ആൻഡ് സ്വീറ്റ് അല്ലേ. പക്ഷെ
വിയറ്റ്നാമില് ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് മെൻ ആർ വെരി സ്വീറ്റ് ദർ. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവുമെന്ന് എനിക്കറിയില്ല. മെൻ ആർ വെരി സ്വീറ്റ് ആൻഡ് വിമൻ ആർ എ ലിറ്റിൽ റൂഡ്. എല്ലാവരും അല്ല, പക്ഷെ ഒരു 10 പേരിൽ നിങ്ങൾ ഒരു 6 പേരെങ്കിലും യു വിൽ ഫൈൻഡ് ദം റൂഡ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഗൈഡിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇങ്ങനൊരു പ്രതീതി ഇവിടെ. സോൾട്ട് ടീ, എഗ് കോഫി, സോൾട്ട് കോഫിയാണ് ഭയങ്കര രസമുള്ള എഗ് കോഫി. അതായത് എഗിന്റെ എനിക്ക് തോന്നുന്നു വൈറ്റ് ആണ് അവര് എഗ് വൈറ്റ് എടുക്കണേന്ന് തോന്നുന്നു. ഭയങ്കര ഫ്ലഫി ആയിരിക്കും കോഫി. അങ്ങനെ പിന്നെ ഇവിടെ ആയാലും കുറെ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. റാസൽ ഖൈമയിൽ ഒരു വില്ല, അവിടേക്ക് ഞാൻ പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ കുറെ കൂടെ ഞാൻ പോയത് മുന്നേ ആയിരുന്നു. ഇപ്പൊ ഞാനൊരു കഴിഞ്ഞ വർഷം പോയപ്പം അത്രയും വെൽ മെയിൻറ്റൈൻഡ് അല്ല ഇപ്പൊ. കാരണം അധികം കാരണം അത് നാച്ചുറൽ ഒരു സ്ഥലമാണല്ലോ, ചുറ്റും മരങ്ങളും മണ്ണും ഇതൊക്കെ. ഇന്ന് തന്നെ പോണെന്ന് നമുക്ക് ജോലി അതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചെന്നൊക്കെ. അല്ലല്ല, അത് പെയ്ഡല്ല. അതെ, അത് ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് പോയപ്പോ ഞാനന്ന് മറ്റേ യൂട്യൂബൊക്കെ വെറുതെ സ്റ്റാർട്ട് ചെയ്തൊരു സമയമായിരുന്നു. അപ്പൊ അതിനൊരു കോണ്ടന്റ് ആയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേച്ചിന്റെ ലൈഫില് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരാണ്? അങ്ങനെ വെച്ചാൽ ഒരാളെ പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പല പല ഘട്ടങ്ങളിൽ പല ആൾക്കാരാ. അതായത് ഇപ്പോ സിറ്റുവേഷൻ ഹാൻഡ്ലിങ്ങിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയായിരിക്കും. അതായത് അമ്മയ്ക്ക് എപ്പോഴും മറ്റേ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതായത് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും, അതായത് ഇതൊക്കെ കുഴപ്പമുണ്ടാവില്ല, ഇതൊക്കെ കടന്നു പോകും എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തരും. പിന്നെ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും അമ്മയുടെ കയ്യിൽ, എന്ത് കാര്യത്തിനും. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് എങ്ങനെ ഇത്രയും ബോൾഡായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത്. പിന്നെ ചിലർ, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ എന്താ പറയാ പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവാറുണ്ട്. എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. വർക്ക് ആണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവാം. ഇപ്പൊ ഫ്രണ്ട്സ് തന്നെ പലരും ഉണ്ട് അങ്ങനെ എനിക്ക്. അതുപോലെ എൻ്റെ അനിയൻ, എനിക്ക് തോന്നുന്നു ദ കൈൻഡസ്റ്റ് ഹ്യൂമൻ ബീങ് ഐ എവർ നോൺ ഇൻ മൈ ലൈഫ്. അതായത് എല്ലാത്തിനോടും ഭയങ്കര കൈൻഡ് ആണ്. പോയി കഴിയുമ്പോഴും അമ്മയും അനിയനും കൂടിയുള്ള വീഡിയോ ഒരുപാട്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ രീതിയിലൊക്കെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഒരാളെ അങ്ങനെ പറയാൻ പറ്റില്ല. പല കാര്യങ്ങളിൽ പലരും ഉണ്ട്. എല്ലാവരിൽ നിന്നും കുറച്ച് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. നടക്കാറുണ്ടോ എന്നറിയില്ല. ആങ്കറിങ് അല്ലെങ്കിൽ ആർജെ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോ നമ്മൾ ആൾക്കാരെ എപ്പോഴും പ്ലീസ് ചെയ്തോണ്ടിരിക്കണം, സന്തോഷപ്പെടുത്തണം, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മളിതൊരു പ്രൊഫഷൻ, നമ്മളിപ്പോ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് നിങ്ങളെ സംബന്ധിച്ച ഒരു പ്രൊഫഷനാണ്. പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. നമ്മള് മൂഡ് ഔട്ട് ആയിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ സംഭവം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ആ സമയത്ത് ജോലിക്ക് പോവാതിരിക്കുവോ അതോ? ഇല്ലല്ലോ, ആ സമയത്താണ് ജോലിക്ക് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് കുറെ പേർക്ക് അറിയാത്തൊരു കാര്യം. എല്ലാവരും വിചാരിക്കണ ആർജസ് ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ആളുകളുടെ പഠിക്കാൻ പോകണം. അങ്ങനെയല്ല, നമ്മള് ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ കരഞ്ഞ് മറ്റേ ടിഷ്യൂ വെച്ച് തുടച്ച് ഓൺ എയർ കയറിയ സമയങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ശബ്ദം പോലെ എനിക്ക് പേടിയായിരുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം അപ്പൊ ശബ്ദം ഇടറോ എന്ന് പേടിച്ച് ഓൺ എയർ കയറിയ സമയങ്ങളുണ്ട്, പേഴ്സണൽ റീസൺസ് കാരണം കേട്ടോ. പക്ഷെ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു പ്രശ്നമുണ്ട്, അത് ഓക്കെ. പക്ഷെ നമ്മളെ കേൾക്കാൻ വരുന്നവർക്ക് 100 പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഒരു എസ്കേപ്പ് ആയിരിക്കും നമ്മുടെ ഷോ. അവരെല്ലാം മറന്ന് കുറച്ച് സന്തോഷം കിട്ടാൻ കേൾക്കുന്നത് നമ്മുടെ ഷോ ആയിരിക്കും. അവിടെ നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാല് എത്രയോ പേരെയാണ് അത് ബാധിക്കാൻ പോണത്. ഒരിക്കലും അറിയിക്കരുത്. അതായത് നമ്മൾ നമ്മളുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ലോ ഫേസിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ഡേ ടുഡേ എന്ന് ഒരിക്കലും നമ്മൾ ഓൺ എയർ പറയരുത്. അതായത് ഇപ്പൊ ആസ്പയറിങ് ആർജേസ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മറ്റേ സർക്കസിലെ ക്ലൗൺ എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവര് അവരുടെ ഒരു എസ്കേപ്പ് ആയിരിക്കും നമ്മുടെ ഷോ. അവരൊന്ന് 5 മിനിറ്റ് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോ കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് അറിയോ? നമ്മൾ ആരുടെയൊക്കെയോ നല്ല സമയത്തിന്റെ ഭാഗമാവാണ്. ഇറ്റ്സ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കും. അതിലൂടെ നമ്മൾ പതുക്കെ ഹാപ്പി ആവും. വിഷമം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ വിഷമിക്കും. വിഷമം വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ മറക്കും എന്ന് അറിയില്ലേ? ശരിക്കും റേഡിയോ നമുക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിലെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ ഞാൻ കടന്നു പോയ സമയത്ത്
ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഓഫീസിൽ പോയിട്ടുണ്ട്. Okay. കാരണം അതായിരുന്നു എൻ്റെ ഒരേ ഒരു സന്തോഷം, അവിടെയായിരുന്നു ഒരേ ഒരു റിലീഫ് എനിക്ക്. അപ്പൊ എനിക്ക് ഇപ്പോഴും തോന്നുന്നു എൻ്റെ വർക്ക് മീഡിയ റിലേറ്റഡ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് അതൊരു വലിയ ബ്ലെസ്സിങ്ങാണ്. ഇപ്പോഴും എന്തെങ്കിലും ഒരു ബാഡ് ഡേ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വർക്കിന് പോകുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതായിരിക്കും അന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും അതിനെ അങ്ങനെ കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ വർക്കിനെ നമ്മൾ കുറേയൊക്കെ സ്നേഹിച്ചാൽ ബാക്കിയൊക്കെ വർക്ക് തന്നെ നമുക്ക് മാറ്റിത്തരും. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് മനോഹരമായിട്ട് സംസാരിക്കാൻ ഇതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇത് ഗ്രാജുവലി ഉണ്ടായ സംഭവമാണോ? ഇത് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അത് പണ്ടേ ഉള്ളിലുള്ളൊരു, എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടാനാണ് ഇത് സാധ്യത. ഫ്രണ്ട്സ് ആയിട്ടോ വീട്ടിലിരുന്ന് കസിൻസ് ആയിട്ടോ ഇങ്ങനെ സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ സാധാരണ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഓഫ് എയർ, ഓൺ എയർ അല്ല ഓഫ് എയർ, അവർ ചോദിക്കും എപ്പോഴും ഇങ്ങനെ റേഡിയോയിൽ സംസാരിക്കണ പോലെയാ സംസാരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു പാട്ട് പരിപാടിയാണെന്നുള്ളൊരു ധാരണയുണ്ട്. അത് അങ്ങനെയല്ല. പക്ഷെ ഒരു പാട്ട് ഓറിയന്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയെങ്കിൽ എത്രത്തോളം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പക്ഷെ സ്നേഹോട് സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണി അതാണ്. അതായത് എന്റെ അടുത്ത് എന്റെ ഫേവറേറ്റ് ഹോബി എന്താന്ന് ചോദിച്ചാൽ ആരെങ്കിലും പിടിച്ചിരുത്ത കുറെ നേരം സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ ഫേവറേറ്റ് ഹോബി. ഇപ്പൊ ഗെറ്റ് ടുഗദർ ഒക്കെ വരില്ലേ, ഈ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ വരുമ്പോൾ പലരും പല ഓപ്ഷൻസ് കൊണ്ടുവരും. നമുക്ക് പാട്ട് പാടാം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവരും കൂടെ ഇരിക്കുക, വർത്താനം പറയുക, ഓരോരുത്തരുടെ കഥകൾ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് അതിനെ പറ്റി നമ്മൾ സംസാരിക്കുക. എൻ്റെ ഫേവററ്റ് ഒരു ഹോബിയാണ് അത്. ആൾക്കാർ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ചിലരെ നമ്മള് ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം ആവേണ്ടത് അതാണ്, നല്ലൊരു ലിസണർ ആവണം. അതായത് ഇപ്പൊ നമ്മളെ പലരും ഓൺ എയർ വിളിക്കുമ്പം അവര് നമ്മുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനായിരിക്കും വിളിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ നേരിട്ട് സംസാരിക്കുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അപ്പൊ നമ്മൾ ഇച്ചിരി ഒരു പോസിറ്റ് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഭയങ്കര നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് ഇനിയും നമ്മുടെ അടുത്ത് പറയാൻ തോന്നും. ഇപ്പൊ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ തോന്നും എന്ന് പറയുന്ന പോലെ നമ്മള് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ തോന്നുന്ന ഒരാളായി മാറും. ഉണ്ട്. അതായത് ഒരു ലോങ് ടേം അല്ല, ചിലപ്പോ ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓൺ എയർന്ന് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ കാരണം പലരെയും നമ്മൾ ആ ഒരു ബ്രീഫ് പീരീഡിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ഒരാൾ ചിലപ്പോൾ ഒരിക്കൽ മാത്രമായിരിക്കും അയാൾക്ക് കോള് കണക്ട് ആവുന്നത്. അപ്പൊ ആ ഒരിക്കൽ സംസാരിക്കുമ്പോൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ പേരുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ അവർ പറയണ കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അവർ എന്ത് രസമായിട്ട് സംസാരിക്കാന്ന് അറിയോ ചില ആളുകളൊക്കെ. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചില ദിവസങ്ങൾ എന്റെ ഷോയിൽ ചില വിഷയങ്ങൾ എടുക്കും. അപ്പൊ അതിനെപ്പറ്റി പറയാൻ വിളിക്കുന്ന ആളുകളുണ്ട്. എന്ത് ഭംഗിയായിട്ടാ സംസാരിക്കുക പലരും. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. കഥകൾ മാത്രമല്ല, അത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. ചിലർ ഭയങ്കര രസമായിട്ട് അവതരിപ്പിക്കുന്ന മനുഷ്യരുണ്ട്, ഭയങ്കര ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. യെസ് പ്ലീസ്. കുറെ നേരമായി എന്റെ പ്രസംഗം. ഞാൻ ഒരു സോങ് കരോക്കെ ഇട്ട് പാടിയാലോ എന്ന് വിചാരിക്കാണ്. രജിൽ ഭായ് കരോക്കെ സെറ്റ് ആവാൻ ടൈമുണ്ട്, നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ഒരു മാഷപ്പ് പോലെ പാടിയാലോ എന്നാ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങളോടത്ത് ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടൊരു പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ജോലി അതായിരുന്നല്ലോ, മറ്റേ ഈ സൈഡിൽ ഇരുന്നിട്ടായിരുന്നു എനിക്ക് ഓൾറെഡി നമ്മൾ അന്ന് സംസാരിച്ചു. അതെ. എത്ര വർഷമായി കാണും രണ്ടുപേരും? ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് പഠിക്കാണ്. എത്ര വയസ്സ് മുതൽ? ഞാൻ 3 വയസ്സായപ്പോഴാണ് പാടി തുടങ്ങിയത്. സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ പാടി തുടങ്ങിയ ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു 10th വരെയൊക്കെ ഫുൾ കർണാട്ടിക് പഠിച്ചു. പിന്നെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഓണായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു മാഷപ്പാണ്. சின்னை செந்தமிழ் மறந்தேன் உன்னாலே கேரள நாட்டு கிளியினை சொல்ல வசியம் வைத்தாயோ சின்னை செந்தமிழ் மறந்தேன் தகுதி புதில்ல தகுதி புதில்ல தகுதி குதில்ல தகுதி புதில்ல సగమని పమగమప పససని నిని పాపమప మగ తగుది గుదిల్ల తేతో తగుది గుదిల్ల ఎతి 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 ఎన్నెంజల్
സുപ്രഭാതം ഇടയാതെ മുഖത്ത് കളവ് ലേസ തങ്കമ്മേ ഉന്നത്താ തേടി വന്നേ നാനേ വൈരമേ ഒരു നാൾ ഉന്നത്തൂകുവേനേ ராசாத்திய ராத்திரி பார்த்து ரவுடி பெயர் ரொமாண்டிக்காடு ரகசியமா ரூட்ட போட்டா கடத்தன 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 உன்ன தங்கம்மே உன்னத்தான் தேடி வந்தேன் நானே எகிரி குடித்தேன் வானம் எடுத்தது பாதங்கள் இறங்கும் பறவையானது விரல்கள் காம்பில் பூக்கள் முளைத்தது புருவங்கள் இறங்கி மீசையானது அலை 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 ஹைர ஹைரா ஹைரப்பா ஹைர ஹைரா ஹைரப்பா 50 kg தாஜ்மஹல் எனக்கே எனக்கா ஃப்ளைட்டில் வந்த நந்தவனம் எனக்கே எனக்கா ஹைர ஹைரா ஹைரப்பா ஹைர ஹைரா ജീവാംശമാ താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞ തോരാതെ പെയ്തു നീ. You just want attention, you don't want my heart. Maybe you just hit the thought of me with someone new. Hey, you just want attention, I knew from the start. You just making sure I'm never getting over you. Hey, you nisaga sa nisaga sa nisaga sa nisaga sa sagamaga 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 sa nisaga sa nisaga sa nisaga sa nisaga sa sagamaga 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 sa. നല്ല സെലക്ഷൻ ഓഫ് സോങ്സ്. തീർച്ചയായും അനിരുദ്ധ റഹ്മാൻ ലാസ്റ്റ് ശ്യാം ഗംഭീരായി. ആ നിസരി സാറിന് ശ്യാമമേഘമേ നിർക്കും. ശ്യാമമേഘമേ നീ ഇതുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാലിന്തി തടത്തിൽ അരിയൊരു സ്നേഹഹർഷമായി കുഴൽ വിളിയല നെയ്യും നദി തന്റെ ഹൃദയം പുളകും ഞൊറിയുകയാൽ സുരഭിലമാകും മംഗളസന്ധ്യ പനിനീർ മഴയിൽ പൊഴിയുമ്പോൾ അഴകായി അരികിൽ വരുമോ പനിസനിസക സകമോ പനി പനിസനിസക ശ്യാമമേഘമേ നീ. ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ? മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ആരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ഒരു ഓപ്പർച്യൂണിറ്റി വൈസ് എനിക്ക് കമൽഹാസൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഡൈജസ്റ്റ് ആവാൻ സമയം എടുക്കും അറിയുമല്ലോ. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ ഡൈജസ്റ്റ് ആവുണ്ടായിരുന്നില്ല. അതായത് ആരാണ് ഇരിക്കണേ ഫ്രണ്ടിൽ എന്നുള്ളത്. പക്ഷെ നമ്മളാണെങ്കിൽ അത് കാണിക്കാനും പാടില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ സ്മിറ്റൻ ആവുക എന്നുള്ളതല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത്. ആള് എന്താ പറയാ, അപ്പിനുള്ളൊരു എക്സൈറ്റ്മെന്റും അതൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഉണ്ട്. അത് നമുക്ക് കുറച്ച് സമയമാണ് ഉണ്ടാവുക ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. അപ്പൊ നമുക്ക് പേടി എന്തായിരുന്നു വെച്ചാൽ അന്നൊരു 10 minutes ആണെന്ന് തോന്നുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. 5 or 10 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം സാർ ആണെങ്കിൽ രാവിലെ തൊട്ട് ഇരിക്കുകയാണ് ഇന്റർവ്യൂസ് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മളൊരു വിക്രത്തിന്റെ സമയത്തായിരുന്നു. അപ്പം ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കാണ് നമ്മുടെ ഇന്റർവ്യൂ. അപ്പം രാവിലെ തൊട്ട് അദ്ദേഹം സെയിം വിഷയം തന്നെയായിരിക്കും എന്തായാലും എല്ലായിടത്തും പറയണ്ടാവുക. അപ്പൊ നമ്മൾ വെച്ച് 3 മണിക്ക് ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മൂഡ് പോയിട്ടുണ്ടാവും, മുഷിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ശരിക്കും സീനിയർ ആക്ടേഴ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് സ്പെഷ്യലി തമിഴ് ആക്ടേഴ്സിൽ നിന്ന്. തമിഴിലെ എല്ലാവരും ചെറിയ ആക്ടർ ആണെങ്കിലും വലിയ ആക്ടർ ആണെങ്കിലും അവരുടെ ഒരു അപ്രോച്ച് ഉണ്ട് ടു വർക്ക് ആൻഡ് എവറിത്തിങ്. അത് ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്കി ആരെക്കാളും കൂടുതലാണത്. അപ്പൊ അദ്ദേഹം ഒരു മുഷിയലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് വീണ്ടും കുറച്ച് ടൈം എടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവമേ തീർന്നു. നമ്മൾ പറഞ്ഞു സർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്ത് ഭംഗിയായിട്ടാണ് കോപ്പറേറ്റ് ചെയ്തത്. വേറെ ആരായിരുന്നെങ്കിലും അങ്ങനെ ചെയ്യുമോയെന്ന് എനിക്ക് അറിയില്ല. അപ്പം അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അതായത് അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് അല്ലേ.
ഇന്റർവ്യൂ അന്ന് കൊടുക്കുക എന്നുള്ളത്. അത് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് അത് ഭയങ്കര ഒരു വലിയൊരു വലിയ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഇന്നും എനിക്ക് ഭയങ്കര മനസ്സിലുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അനിരുദ്ധനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോഴും അനിരുദ്ധന്റെ ഹുക്കും ടൂർ ദുബായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. അതിന്റെ തൊട്ട് മുന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോണേ. അപ്പൊ ആ സമയത്തും അനിരുദ്ധ് എന്ന് പറയുന്നത് ഇപ്പോ ഹീസ് എ തിങ് അല്ലേ. അപ്പൊ അനിരുദ്ധിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരന്റെ പോലെയാണ്. അതാ ഞാൻ പറഞ്ഞ തമിഴ് എന്താ പറയാ മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, ഭയങ്കരമാണ് അത്. നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടുള്ള ആ പദവി അവരുടെ തലയിൽ കയറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവരപ്പോഴും അവരുടെ വർക്കിലാണ് ഫോക്കസ്, സ്റ്റാർഡമിലല്ല. മറ്റുള്ളവരെല്ലാവരും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ആ ചേഞ്ചും കണ്ടിട്ടുണ്ട്. നമ്മളൊരു ആക്ടറിന്റെ തുടക്കത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ആക്ടറോ ആക്ട്രസോ കുറച്ച് സ്റ്റാർ ആയതിനു ശേഷം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓർമ്മ നല്ല ഓർമ്മയുണ്ട്. ഒന്നിലധികം ആളുകളെ പക്ഷെ പറയില്ല. ഞാൻ വേണമെങ്കിൽ ഓഫ് ക്യാമറ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ അതെ, നമ്മൾ എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരിൽ നിന്നും നമ്മളിങ്ങനെ ഭയങ്കര കുറെ കാര്യങ്ങൾ പഠിക്കും. നല്ലതും പഠിക്കും, നമ്മൾ എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും നമ്മൾ ആളുകളിൽ നിന്ന് പഠിക്കും. മലയാളത്തിൽ ഏതെങ്കിലും താരത്തിന് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു താരം ഇന്റർവ്യൂ ആണോ? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ദുൽഖർ ആയിരുന്നു നമ്മളെ ലോഞ്ച് ചെയ്തത്. ക്ലബ് FM ലോഞ്ച് ചെയ്യുമ്പോൾ ദുൽഖർ ആയിരുന്നു ഓരോ ആർജനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഉണ്ട്. ഞാനായിരുന്നു അവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത എംപ്ലോയി. ഞാൻ ജോയിൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവര് ജോയിൻ ചെയ്തത്. എനിക്ക് ശേഷം ഹയറിംഗ് നടന്നു എന്നല്ല, അവരുടെ ജോയിനിങ് ഡേറ്റ് ഒക്കെ വന്നത് അത് കഴിഞ്ഞാണ്. അപ്പൊ ഞാനാണ് ടെക്നിക്കലി അവിടെ ആദ്യം പോകുന്നത്, സൈൻ ഇടുന്നത് എന്നൊക്കെ. പിന്നെ സ്റ്റുഡിയോ പണി ഇത് തുടങ്ങുമ്പോൾ മുതലേ നമ്മളുണ്ട്. അപ്പം ദുൽഖറിന്റെ ആ ഒരു ഇത് ഭയങ്കര മെമ്മറബിൾ ആണ്. നമ്മുടെ സ്റ്റാർട്ട്, നമ്മുടെ RJ ലൈഫിന്റെ സ്റ്റാർട്ടായിരുന്നു അത്. അപ്പൊ അത് ഭയങ്കര. അതുപോലെ എനിക്ക് നമ്മുടെ പ്രിയദർശൻ സാറിന്റെ ഇന്റർവ്യൂ ഭയങ്കര, അദ്ദേഹം ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. എന്റെ കയ്യിൽ ഇപ്പോഴും ഒരു ആർക്കൈവ് പോലെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ അത്. അല്ല, ഒരുപാട് മുന്നേ, എനിക്ക് തോന്നുന്നു മിനിമം ഒരു 2017 ആ കാലഘട്ടമായിരിക്കും എന്ന് തോന്നുന്നു. അത് ഭയങ്കര ഓപ്പൺലി അദ്ദേഹം സംസാരിച്ചത്. അത് അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഒരു മൂഡായിരുന്നു എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ. എനിക്കത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെ എനിക്ക് തന്നെ തോന്നിയ ഒരു സംഭവമായിരുന്നു. എവിടെയും വേറെ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ സ്നേഹ അരമണിക്കൂർ പറഞ്ഞിട്ടാണ് വന്നത്. നമ്മളിപ്പോ എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ നേരത്തെ ഞാൻ ചിന്തിക്കുമായിരുന്നു കുറച്ച് സമയമായല്ലോ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് സംസാരിച്ചു, ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. വളരെ പ്ലസന്റ് ആയിട്ടും നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി അല്ലെ. അനുഭവങ്ങൾ ഷെയർ ചെയ്തല്ലോ, അതിന് ഏറ്റവും വലിയൊരു കാര്യം. പ്രിയദർശൻ, കമലഹാസൻ, ദുൽഖർ. എനിക്ക് നിങ്ങൾ ഇപ്പം വികാസ് ചേട്ടൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടോ. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു ഇവര് പാടാൻ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരായിരുന്നില്ലേ അത്. പിന്നെയാണ് പരിപാടിയുടെ സജീവം ഉണ്ടല്ലേ. നല്ല എനിക്ക് തോന്നുന്നു നല്ല നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഭാവി ഉണ്ടെന്നൊക്കെ രണ്ടുപേർക്കും, 3 പേർക്കും ഓഫ് കോഴ്സ്. നല്ലൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് UBL-നോട് വീണ്ടും താങ്ക്സ് for making me a part of your family, an integral part, and calling me again and again. കണ്ടുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നത് ഈ കുട്ടി പോയില്ലേ. അപ്പോൾ hope you enjoy the show. രാധിക, നമുക്കൊരു പാട്ടിലൂടെ അവസാനിപ്പിക്കാം. ഏറ്റവും ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയി എമ്പുരാൻ. നമ്മൾ തുടക്കത്തിൽ അതിന്റെ സൗണ്ട് ചെക്കിൽ നമ്മളത് കേട്ടു, നമ്മൾ ഫുൾ കേൾക്കാൻ പോവാണ്. അതെ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. എന്നാലും ലാലേട്ടന്റെ ആ ഒരു സംഭവം തിരിച്ചു വന്നു. ഇന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു. മഞ്ഞുമൽ ബോയ്സിന്റെ ഫീൽഡിലാക്കി എമ്പുരാൻ. അതെ അതെ അതെ. അത് ഷൗദപ്പാണ് മാമിന്റെ ഒരു വോയിസിലും കൂടി ഉണ്ട്. അത് ആ വിഷ്ണു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേടും തോറും തെന്നിപ്പായും മാറി ജന്മാനോ, ഈ തോരാശാപം പെയ്യും വിണ്ണിൻ മാമൻ താനോ, സ്വർഗം വാഴും ദൈവം പേറും പാപക്കരഞ്ഞു, പകലിൻ വഴിയിൽ എരിയും നീ വെൺ ശുക്രനേ,
എതിരിയായിരം നെരിയും മാനിടം അതിരുടങ്ങളോ അടർക്കളം തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ എമ്പുരാനേ 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 माना तो ज़ख्मी है पर जुल्मी तो जुल्मी है माना तो ज़ख्मी है पर जुल्मी तो जुल्मी है माना तो ज़ख्मी है पर जुल्मी तो जुल्मी है माना तो ज़ख्मी है पर जुल्मी तो जुल्मी है